നിയമത്ത് അവർക്ക് നല്ല സ്കോപ്പുള്ള സ്ഥലമാണ്. വാശിയോടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ അയാളാണെങ്കിൽ മനുഷ്യന് മനസ്സിലാകാത്ത കുറേ തന്ത്രങ്ങളും കൊണ്ട് നമ്മൾ അവസാനം വരെ അയാൾ ഇരുട്ടിൽ നിർത്തി തിരുവനന്തപുരം അടിച്ചെടുത്ത് കണ്ടില്ലേ. അവസാനം ബാക്കി സ്ഥലങ്ങളൊക്കെ പോയി, പക്ഷേ തിരുവനന്തപുരം അയാൾ അടിച്ചെടുത്തു. അങ്ങനെ ഒരു തന്ത്രമാണ് അയാൾക്ക്. അപ്പോൾ അതുകൊണ്ട് നിയമത്ത് വളരെ നല്ല സാധ്യത ആ പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ട്. പിന്നെ മുരളീധരനല്ല ഇപ്പോൾ മത്സരിക്കുന്നത്. മുരളീധരൻ എന്ന് വെച്ചാൽ അന്ന് മുരളീധരൻ അച്ഛനൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമം ഭാഗത്ത് ആൾ അതിൻ്റെ അടുത്ത താമസം. ലീഡറിനോട് പ്രത്യേക സ്നേഹമുണ്ട്. ആ സ്നേഹം ശബരിനോട് കാണണമെന്നില്ല. കഴിഞ്ഞ തവണ 4000-ന് വോട്ടുകൾക്കാണ് ശിവൻകുട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അത് വലിയൊരു LDF ശിവൻകുട്ടി എന്നുള്ള ഫാക്ടർ മാത്രമാണ് അതിൻ്റെ പ്രശ്നം. അത് ശിവൻകുട്ടി തുണിയിൽ തുരുമ്പിലും പഠിച്ചവനുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ആ രാഷ്ട്രീയം നോക്കാതെ എത്തുന്ന ഒരാളാണ്. അതാണ് ഒരു ഫാക്ടർ. ഈ ശിവൻകുട്ടി അല്ല വേറെ വല്ല സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഇപ്പം തന്നെ എഴുതി വെച്ചേക്കാമായിരുന്നു. ശിവൻകുട്ടി മാത്രമാണ് ഈ പറയുന്നതിന് അത് ഒരു ഫാക്ടറായി നിൽക്കുന്നത്. പക്ഷെ അവരവിടെ രണ്ടും കൽപ്പിച്ചു. RSSും BJP യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ നല്ല സാധ്യതയാണ്. പക്ഷേ എതിർ സാധ്യത എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കാരണം അവിടെ മൈനോറിറ്റി വോട്ടുകളും നിർണായകമാകും. അപ്പോൾ BJP ജയിക്കുവാൻ എന്ന് കാണുകയാണെങ്കിൽ അവിടെ ഒരു കൺസോൾട്ടേഷൻ കൺസോൾട്ടേഷൻ എല്ലാ സമയത്തും ഇപ്പം രാജേട്ടൻ മത്സരിച്ച സമയത്ത് അവിടെ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുസ്ലിം വോട്ട് കാരക്കമണ്ഡപം ആ സൈഡിലൊക്കെ നല്ല മുസ്ലിം വോട്ടുള്ള ഏരിയ ഫിക്സഡ് ആണത്. അതൊരിക്കലും BJPക്ക് സമീപ ഭാവിയിലൊന്നും കിട്ടാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും അതിന് നാളെ സംസാരിച്ച കുറച്ച് ആളുകളൊക്കെ എന്നോട് വളരെ രാജീവിനെ പറ്റി നല്ല രീതിയിൽ സംസാരിച്ചു. എങ്കിൽ 10 വോട്ടെങ്കിലും കൂട്ടിക്കോ, അത് കൂടാനാണ് സാധ്യത. അപ്പോൾ മുമ്പ് ഈ പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ടാണ് അവർ ജയിച്ചത്. കഴിഞ്ഞ തവണ ഈ മുരളി പിടിച്ച കുറേ ഹിന്ദു വോട്ടുകളാണ് പ്രശ്നമായത്. ശബരി അത്രത്തോളം വോട്ട് പിടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സ്റ്റിൽ ശിവൻകുട്ടി ഈസ് എ ഫാക്ടർ.